ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത UPI ചാർജിങ് സിസ്റ്റമാണ്. ഇനി മുതൽ ആപ്ലിക്കേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഫോണിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ QR കോഡാണ്. ഈ QR കോഡിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ജസ്റ്റ് പേ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ചാർജ് നിന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് റീഫണ്ട് വരും. കറണ്ട് പോയി കഴിഞ്ഞാലോ ഏത് പ്രോസസ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കൂ. ഗണ്ണ് പ്ലഗ് ഇൻ ചെയ്തോളൂ. ഇനി ഫോൺ പേ യൂസ് ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ കണക്റ്റഡ് എന്നാണ്. ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി ഇവിടെ ചാർജിങ് എന്ന് മാറും. എമൗണ്ട് പേ ചെയ്തു. ഇപ്പോൾ ചാർജിങ്ങിലോട്ട് പോയി കഴിഞ്ഞു. ഇനി വാലിഡേഷൻ ചെക്ക് കഴിഞ്ഞതിന് ശേഷം 30 സെക്കൻഡ് അതിൻ്റെ ചാർജിങ് സ്റ്റാർട്ടാവും. ബില്ലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ SMS ലിങ്ക് ആയിട്ട് വരും. ഇപ്പം നിലവിൽ ഒരു വെബ് പേജ് വഴിയാണ് ബില്ലും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ എപ്പം ചാർജിങ് മോണിറ്റർ ചെയ്യണമെങ്കിലും ഒരു വെബ്സൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാൻസാക്ഷൻ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന ചാർജിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇത് കൂടാണ്ട് തന്നെ ഇപ്പം പുറത്ത് എവിടെയെങ്കിലും പോയി ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റ്ലി ചാർജിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. ഇതാ ചാർജിങ് ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ ഇവിടെ ഇപ്പോൾ ചാർജിങ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 200 രൂപയ്ക്കായിരുന്നല്ലോ ചാർജ് ചെയ്തത്. കറക്റ്റ് 200 രൂപേൻ്റെ ചാർജ് കയറിയിട്ടുണ്ടായിരുന്നോ? ഒരു റീഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 5 രൂപയല്ലേ റീഫണ്ട് വന്നത്? ഒരു 5 രൂപ 50 പൈസ. അത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 യൂണിറ്റ് ഒരു ബഫർ സോൺ വെച്ചിട്ടുണ്ട് ഓവർ ചാർജിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചാർജ് ചെയ്ത് കഴിയാൻ നേരത്ത് 20 യൂണിറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വിചാരിക്കാം, അല്ലെങ്കിൽ 10 യൂണിറ്റാണ് സെലക്ട് ചെയ്തത്. 10 യൂണിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.7 യൂണിറ്റ് ആവുന്ന നേരത്തെ ചാർജിങ് ഓട്ടോമാറ്റിക്കലി നിൽക്കും. ബാലൻസ് വരുന്ന എമൗണ്ട് ഇവിടെ 20 രൂപയാണ് താരിഫ് ഉള്ളത്. 5 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് 0.3 യൂണിറ്റ് അതാണ് ഇൻസ്റ്റൻ്റ് റീഫണ്ട് വന്നിരിക്കുന്നത്. റീഫണ്ട് വന്നിട്ട് നോക്കാമോ? റീഫണ്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് DC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ അകത്ത് UPI സിസ്റ്റം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. എന്ത് തോന്നുന്നു? നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കാരണം ബേസിക്കലി നമുക്ക് എപ്പോഴും തേർഡ് പാർട്ടി ആപ്സിനെ ഡിപ്പെൻഡ് വരും. പലപ്പോഴും സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട് ചെയ്യുന്ന സമയത്ത്. സോ ഇറ്റ്സ് വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. അതിൽ ഒരു പ്രോബ്ലം ആയി തോന്നിയത് വേറൊന്നുമല്ല, നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന കേസാണ്. ഓതന്റിക്കേഷൻ ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വിൽ വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ ഫൈൻ. അതർവൈസ് വെരി ഗുഡ് തിങ്. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് DC ഫാസ്റ്റ് ചാർജറിൻ്റെ അകത്ത് ഗൂഗിൾ പേ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് UPI പവർഡ് ചാർജിങ് സ്റ്റേഷൻ.